ഹലോ ഫ്രണ്ട്സ്, സുസിൽസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. 2024 IFFKയിൽ സ്ക്രീൻ ചെയ്ത ജോർജിയൻ ടർക്കിഷ് സിനിമയായ ലീവാൻ അക്കിൻ്റെ ക്രോസിംഗ് ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന സിനിമകളിൽ മുൻപിൽ ഇടം പിടിക്കുന്ന ഒന്നാണ്. ഇത് ഒരു ഇൻ്റലിജൻറ്റ്, ഇമോഷണലി എൻഗേജിംഗ് ആയിട്ടുള്ള മൂവിയാണ്. ഇതിലെ അഭിനേതാക്കളുടെ മികവുറ്റ പെർഫോമൻസും എടുത്തു പറയേണ്ടതാണ്. ഇതൊരു സ്ലോ പേസ്ഡ് മൂവിയാണെങ്കിലും വളരെ ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി പോകുന്നതും അവിടെ തങ്ങി നിൽക്കുന്നതുമാണ്. മനുഷ്യബന്ധങ്ങൾ, അവയുടെ നഷ്ടം, അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ്, അതിനെ തേടൽ, ഇതെല്ലാം വളരെ സുന്ദരമായി ഈ സിനിമ ഒരു യാത്രയായി അവതരിപ്പിക്കുന്നു. ആത്മാവിനെ ആഴത്തിൽ ടച്ച് ചെയ്യുന്ന വളരെ ജെന്റിലായിട്ടുള്ള മനുഷ്യത്വം തുളുമ്പുന്ന ഒരു സിനിമ. സിനിമയിലെ പ്രധാന കഥാപാത്രമായ ലിയയെ അവതരിപ്പിക്കുന്നത് ജോർജിയൻ നടിയായ എംസിയ അറബുലിയാണ്. അവിവാഹിതയായ റിട്ടയർഡായ ചരിത്ര അധ്യാപികയായ അവൾ തനിക്കും മറ്റുള്ളവർക്കും വേണ്ടിയും അന്തസ്സും ഹൈ സ്റ്റാൻഡേർഡ്സും വെച്ച് പുലർത്തുന്നവളാണ്. അവൾ കാണാതായ തൻ്റെ മരുമകളെ കണ്ടെത്താനായി അതിർത്തി കടന്ന് തുർക്കിയിലേക്ക് പോവുകയാണ്. ടെക്ല എന്ന ട്രാൻസ് വനിതയാണ് ആ മരുമകൾ. ടെക്ലയെ കണ്ടെത്തി വീട്ടിൽ തിരികെ കൊണ്ടുവരാമെന്ന് ലിയ മരണക്കിടക്കയിൽ തൻ്റെ സഹോദരിക്ക് ഉറപ്പ് കൊടുത്തിരുന്നു. ടെക്ലയുടെ അഡ്രസ് കണ്ടെത്തിയ ലിയ ആച്ചി എന്ന മടിയനും വിട്ടിയുമായ ഒരു ചെറുപ്പക്കാരനെയും കൂട്ടി ഇസ്താംബൂളിലേക്ക് പോവുകയാണ്. ടർക്കിഷ് ഭാഷ അറിയാത്ത ലിയയ്ക്ക് ഒരു ഗൈഡും ട്രാൻസ്ലേറ്ററുമായി അച്ചി പ്രവർത്തിക്കുന്നു. ഇസ്താംബൂൾ അവർക്ക് തികച്ചും വിചിത്രമായി തോന്നുന്നു. ദശലക്ഷക്കണക്കിന് ആളുകളുള്ള ഒരു നഗരത്തിൽ നിന്നും എങ്ങനെയാണ് ഒരാളെ കണ്ടെത്താനാവുക? ഈ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്ന രണ്ട് തെരുവ് കുട്ടികളുടെ ജീവിതവുമായി സംവിധായകൻ ലിയയുടെയും ആച്ചിയുടെയും ജീവിതം പൊരുത്തപ്പെടുത്തുന്നുണ്ട്. ഇതിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് ട്രാൻസ്ജെൻഡർ ആയ ഡെന്നിസ് ഡുമാൻലി. ലിയ പല ലെയേഴ്സ് ഉള്ള ഒരു അത്ഭുതകരമായ സ്ത്രീയാണ്. ഈ സിനിമയിൽ പലതരത്തിലുള്ള ക്രോസിംഗ്സ് ഉണ്ട്. അതിർത്തികൾ, രാജ്യങ്ങൾ, കുടുംബങ്ങൾ, സമൂഹങ്ങൾ, മാനസികാവസ്ഥകൾ, ലിംഗഭേദങ്ങൾ തുടങ്ങിയ ലിയയുടെ ഈ കടന്നുകയറ്റങ്ങൾ വളരെ മനോഹരമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സ്വയം മനസ്സിലാക്കാനുള്ള, മാറ്റങ്ങളെ അംഗീകരിക്കാനുള്ള ഒരു ഉണർവിൻ്റെ യാത്രയാണ്. ലിയയും ആച്ചിയും തമ്മിലുള്ളത് ഒരു മാതൃത്വഭാവമാണ്. മനുഷ്യത്വത്തിൻ്റെ എല്ലാ വശവും നിറഞ്ഞ ഒരു കലവറയായി ആ നഗരം അവർക്ക് മാറുകയാണ്. ദാരിദ്ര്യവും സമ്പത്തും അടുത്തടുത്തായി നിൽക്കുന്നു. വലിയ തോതിൽ സഹിഷ്ണുതയും മനസ്സിൻ്റെ ഉദാരതയും ഉള്ളതായി തോന്നുന്നു. ആ നഗരത്തിൽ ജീവിക്കുകയും ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് ഈ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഇത് പല പ്രതീക്ഷയും നൽകുന്നു. ഇസ്താംബൂളിനെ വളരെ മനോഹരമായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. കഠിനമായ പല ജീവിതങ്ങൾ, മനുഷ്യബന്ധങ്ങളിലെ ഊഷ്മളത, സൗഹൃദങ്ങൾ തുടങ്ങിയവ ഈ സിനിമയുടെ പ്രത്യേക വിഷയമാണ്. ഈ സിനിമ കണ്ടാൽ നമ്മൾ എത്ര പേരെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാതെ കടന്നുപോയിട്ടുണ്ടാവുമെന്ന ചിന്ത കടന്നുവരും. മനുഷ്യരെ അവരുടെ കുറവുകൾ നോക്കാതെ സ്നേഹിക്കാനും അംഗീകരിക്കാനും ഈ സിനിമ പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് സ്ലോ സിനിമ ഇഷ്ടമാണെങ്കിൽ, ഹ്യൂമൻ സ്റ്റോറീസ് ഇഷ്ടമാണെങ്കിൽ, ഫിലിം ഫെസ്റ്റിവൽ ടൈപ്പ് മൂവീസ് നിങ്ങളെ ആകർഷിക്കുന്നുവെങ്കിൽ ഈ സിനിമ തികച്ചും നിങ്ങൾക്കുള്ളതാണ്. ഇതിലെ അഭിനേതാക്കൾ ശരിക്കും ജീവിക്കുകയാണ്, ആക്ടിംഗ് ആണെന്ന് തോന്നില്ല. ഒരു മനുഷ്യൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഒരാളുടെ സാന്നിധ്യം എത്ര വലിയ ആശ്വാസമാണ് എന്ന് ഈ സിനിമ പറയുന്നു. ഒട്ടും റിജിഡാവാതെ മാറ്റങ്ങളെ അംഗീകരിക്കാനുള്ള ഒരു മെസ്സേജാണ് ഈ സിനിമ നൽകുന്നത്. ഞാൻ ഈ സിനിമയുടെ തിരക്കഥയും സംവിധാന മികവും ചിത്രീകരണവും നിശബ്ദമായ സംഗീതവും അഭിനേതാക്കളുടെ മാസ്മരിക പ്രകടനവും എല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ തീർച്ചയായും ഈ ഫിലിം കാണണം. നന്ദി.